ഇന്ന് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഒരു നല്ല വിഷയമാണ്. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. ഏതാ വചനം? ദാനിയേൽ 14:38. ദാനിയേൽ പറഞ്ഞു, ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അടുത്ത വചനമാണ് പ്രധാനപ്പെട്ടത്. ദാനിയേൽ പറയുവാണ്, ദൈവമേ അങ്ങയെ സ്നേഹിച്ചവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ഇത് ഏറ്റെടുത്തോ? ഇനി ഉറങ്ങിക്കോ കേട്ടോ. ദാനിയേൽ 14:38 കേട്ടിട്ട് കൂർക്കം വലിച്ച് നിങ്ങൾക്ക് ഉറങ്ങാം. എന്താണ് വചനം? ദൈവത്തോട് ദാനിയേൽ പറയുവാണ്, ദൈവമേ നിന്നെ സ്നേഹിച്ചവരെ നീ ഒരു കാലത്തും ഒരിക്കലും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാ അതിനകത്ത്? ഒരിക്കലും. നിങ്ങൾ കൊള്ളാലോ. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും. നിങ്ങൾ എത്രയോ പേരെ ഇതിനോടകം ഇത്രയും പ്രായത്തിനിടയിൽ സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും എന്നതിനകത്ത് എഴുതാൻ പറ്റുമോ? നിങ്ങൾ സ്നേഹിച്ച പലരും നിങ്ങളോട് പിണങ്ങി, പാലം വലിച്ചു, ഇപ്പോൾ നിങ്ങളോട് മിണ്ടുന്നില്ല, ഇപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കുന്നു പോലുമില്ല, ആ നമ്പർ തന്നെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുവാണ് നിങ്ങൾ സ്നേഹിച്ചവര്. നിങ്ങൾ സ്നേഹിച്ച പലരും നിങ്ങൾക്ക് തന്നത് പാവയ്ക്കാ നീരാണ്. പക്ഷെ ദൈവത്തെ സ്നേഹിച്ചാൽ ഒരു പ്രത്യേകത, ദൈവത്തെ സ്നേഹിച്ചാൽ ആ വ്യക്തിയെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല. ഹല്ലേലൂയ. ഇത് ദാനിയേൽ പറഞ്ഞത് നല്ല AC റൂമിൽ ഇരുന്നാണോ പറഞ്ഞത്? ഒരു നല്ല ബെഡേ കിടന്നുകൊണ്ടാണോ പറഞ്ഞത്? ഒരു കോഴി ബിരിയാണി തിന്നിട്ട് അതിനുശേഷം പറഞ്ഞതാണോ? അതോ ഒരു വലിയൊരു ടൂർ, ഒരു 10-15 പേരോട് കൂടി ഒരു ടൂർ പോയിട്ട് തിരിച്ചു വന്ന് ഒരു സന്തോഷത്തോടെ ഒരു മുറിയിൽ ഇരുന്ന് പറഞ്ഞതാണോ? അതോ ഒരു വലിയ പ്രതിസന്ധിയിൽ പറഞ്ഞതാണോ? ഇതെപ്പോഴാ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഈ വചനം ചിലപ്പോൾ ഊട്ടി ഫ്ലവർ ഷോ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും, ദൈവമേ നിന്നെ സ്നേഹിച്ചവരെ നീ ഉപേക്ഷിക്കുകയല്ല. ദാനിയേൽ ഫ്ലവർ ഷോ കണ്ടിട്ട് വന്ന് പറഞ്ഞതല്ല. ദാനിയേൽ ഇത് പറഞ്ഞത് 7 സിംഹങ്ങളുടെ കൂട്ടിൽ 6 ദിവസം പട്ടിണിക്ക് കിടന്ന സമയത്ത് ദാനിയേൽ പറയുവാണ്, കുഴി കിടന്ന് പറഞ്ഞതാണ്, ദൈവമേ നിന്നെ സ്നേഹിച്ചവരെ നീ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ഒരു ആത്മീയ അനുഭവമായിരിക്കും. ഇതെന്റെയും ഒരു അനുഭവമാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദാനിയേൽ പറഞ്ഞില്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു സഹനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കടബാധ്യത ഉണ്ടാവില്ല എന്ന് പറഞ്ഞോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവിതത്തിൽ ചില സങ്കടങ്ങളും ഉള്ളനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. അതെല്ലാം ഉണ്ടായാലും ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല. നമുക്ക് ഈ വചനം ഒന്ന് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞാലോ? ഇത് ഈ വചനം പറയും ഒരു കാര്യം, ഒറ്റ മിനിറ്റ് കൈ ഉയർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് ദൈവവചനം കേൾക്കാൻ വന്നതാ, അല്ലെങ്കിൽ ഇന്ന് കൽപ്പറ്റയിൽ നിങ്ങളും പോയേനെ, കൽപ്പറ്റയിൽ നിന്ന് പോയേനെ, കാണാനെങ്കിലും പോയേനെ. നിങ്ങൾ പോയില്ല, അപ്പോൾ അതിനേക്കാൾ എന്തോ വില നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ പ്രത്യേകമായ ഒരു അനുഗ്രഹം, ഒരു വില നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കിക്ക്, ഈ വചനം പറയുമ്പം ഈ വചനം കേൾക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. പിന്നെയോ ഇത് സ്വീകരിച്ചോ ഇല്ലയോ എന്നനുസരിച്ചാണ് വിജയം. ഹല്ലേലൂയ. നമ്മൾ ഈ വചനം ഈ TV-യിലും മൊബൈലിലും കൺവെൻഷനും എല്ലാം ഇഷ്ടം പോലെ കേട്ടതാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എഴുതാത്തതാണ് പ്രശ്നം. അപ്പൊ ശ്രദ്ധിച്ചോ, ഈ വചനം പറയുമ്പം ഇനി ഒരിക്കലും ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാൽ തളരാത്ത വിധത്തിൽ എന്നും ഓർക്കാൻ പാകത്തിന് എഴുതിക്കൊണ്ട് വേണം പറയാൻ, ദൈവമേ അങ്ങയെ സ്നേഹിച്ചവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ നമുക്കൊന്ന് പറഞ്ഞാലോ? ഒരു കരം ഉയർത്തി കണ്ണുകളടച്ച്, ദൈവമേ അങ്ങയെ സ്നേഹിച്ചവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. പറഞ്ഞി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത. നോക്കുക വചനം, ദൈവമേ നിന്നെ. ഇതെന്നെ സംഭവം എന്നറിയാമോ? ദാനിയേൽ ഒരു വലിയ ദൈവഭക്തനായിരുന്നു.
അപ്പോൾ ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിന്റെ പേരെന്താണെന്നറിയാമോ? എന്താണെന്നറിയാമോ? നിങ്ങൾ വിഷമമില്ലേ മാത്രം പറഞ്ഞാൽ മതി. നബുക്കദ്നേസർ രാജാവ്. പറയാൻ ഇച്ചിരി പാടാണ്. ഇത് ശരിക്കും പറയാൻ കിട്ടുവാണ് ഏതെങ്കിലും ന്യൂസ് ചാനലിൽ നിങ്ങൾക്ക് ന്യൂസ് വായിക്കാൻ ഉള്ള അവസരം, അതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് കിട്ടും. അത് പ്രത്യേകമായ ഒരു കട്ടിയായിട്ടുള്ള പേരാണ്. ഏതാണ് പേര്? ആ നബുക്കദ്നേസർ. നബുക്കദ്നേസർ രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ചെറിയ ഒരു കാരണത്തിനാണ്. കാരണങ്ങൾ വിശദീകരിക്കുന്നില്ല. രാജാവിന് ചെറിയൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു ദാനിയേലിനെ തള്ളിക്കളയാൻ. പക്ഷെ രാജ്യത്തിലെ മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ തന്റെ സ്ഥാനം പോകുമോ എന്നൊരു ഭയം വന്നപ്പം രാജാവ് ദാനിയേലിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പം ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളെ സിംഹക്കുഴിയിൽ ഇട്ടപ്പം, അത് ഏത് സിംഹക്കുഴിയിലിട്ടെ? 7 സിംഹങ്ങൾ, പട്ടിണിക്ക് കിടന്ന 7 സിംഹങ്ങളുള്ള ഒരു കുഴിയിലായിട്ടത്. ഇനി നിങ്ങൾ കേട്ടെ, സിംഹത്തെ ഇപ്പൊ ഇത്രയും ദൂരേന്ന് കണ്ടാൽ തന്നെ നമ്മുടെ ജീവൻ പകുതി പോകും. കൂട്ടിലല്ല, ഇപ്പൊ നമ്മൾ കാട്ടിലൂടെ പോകും, സിംഹം വന്നാൽ തന്നെ നമ്മുടെ അറ്റാക്ക് വന്ന് പോകും. അപ്പൊ 7 സിംഹങ്ങളാണ് അവിടെ നിൽക്കുന്നത്. അത് പട്ടിണിക്കിട്ട് എന്ത് കിട്ടിയാലും വലിച്ചു കീറി തിന്നാനുള്ള വിശപ്പിന്റെ അതീവ തീവ്രതയിൽ നിൽക്കുന്ന 7 സിംഹങ്ങൾ അതിനകത്തുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പം നാട്ടുകാരെന്തായിരിക്കും പറഞ്ഞത്? അവൻ രക്ഷപ്പെട്ടു എന്നാണോ പറഞ്ഞത്? അവന്റെ ജീവിതം തീർന്നു എന്നാണോ പറഞ്ഞത്? ഇങ്ങനെ എത്ര പേര് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ എന്നും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നം വരുന്നു, തകർച്ച വരുന്നു, രോഗം വരുന്നു. ഇത് കണ്ടിട്ട് എത്രയോ ആളുകൾ നമ്മൾ പല പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന കണ്ടപ്പോഴും ദാനിയേലിനെ കുറിച്ച് വിധി പറഞ്ഞ പോലെ പറഞ്ഞു, തീർന്നു എന്ന്. നമ്മളെ നോക്കി ഒരുപാട് പേര് പറഞ്ഞു, ആ കൊച്ചിന്റെ കല്യാണമൊക്കെ നടത്തുന്നത് എനിക്കൊന്ന് കാണണം, പിന്നെ അവന്റെ സ്ഥലം വിൽക്കുന്നത് എനിക്കൊന്ന് കാണണം, പിന്നെ ആ കൊച്ചിനെ അവര് പഠിക്കാൻ വിടുവല്ലേ ബിഫാമിനോ, എവിടുന്ന് പൈസ, ലോണോ, ഏതൊന്നും കിട്ടുകയില്ല. ഞാൻ എത്ര നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അവർക്ക് നമ്മളെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, തീർന്നു, ഇനി മുന്നോട്ട് പോകുന്നതൊന്ന് കാണണം. ഇനി അല്പം കൂടി ഒന്ന് ശ്രദ്ധയുള്ളവരെന്ന് കേട്ടോ, ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ദൈവഭക്തനായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പം ശത്രു വിചാരിച്ചതാണോ സംഭവിച്ചത്, അതോ ദൈവം പ്ലാൻ ചെയ്തതോ വിജയിച്ചത്? ശത്രുവിന്റെ ഒരു പ്ലാനും ദാനിയേലിന്റെ ജീവിതവുമായി വിജയിച്ചിട്ടേ ഇല്ല. ഇത് നിങ്ങൾ ഏറ്റെടുത്തു. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നെന്നിരിക്കും, ശത്രുക്കൾ ഉണ്ടായെന്നിരിക്കും, ഇപ്പോൾ കടബാധ്യതയിലായിരിക്കും, നാളെ എന്തു ചെയ്യുമെന്നുള്ള ആകുലത നിങ്ങളെ ഭരിക്കുന്നുണ്ടാകും. എന്നാൽ ശ്രദ്ധിച്ചോ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം മനുഷ്യൻ ഉപേക്ഷിച്ചാലും ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം വന്നവര് മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, ഇത് ശരിയാവത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞ നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് വ്യക്തമായി. 2 കാര്യങ്ങളാണ് ഇതിനോടകം വ്യക്തമായത്. 1, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. 2, നിങ്ങൾ ശിശുതുല്യ ഹൃദയം ഉള്ളവരുമാണ്. ഈ ശിശുതുല്യ ഹൃദയമുള്ളവരാണ് എന്തു കേട്ടാലും ആഹാ ഓഹോ എന്തിനും മറുപടി ആയിരിക്കും. അവർ കുരുട്ടുബുദ്ധി ഇട്ടിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെയുള്ളവരൊന്നും പറയത്തില്ല. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ശിശുതുല്യമായ ഒരു നല്ല ഹൃദയമുണ്ടെന്ന് പ്രത്യേകമായ ഒരു അറിയിപ്പ് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുപോട്ടെ, ഇനി അടുത്ത് നോക്കിയേ. ദാനിയേല് സിംഹക്കുഴിയിൽ വീണപ്പം എല്ലാവരും പറഞ്ഞു, സിംഹം അവനെ കീറി, സിംഹം അവനെ മാന്തി, അവൻ ചത്തു കാണും, അവന്റെ എല്ല് 2-3 മിച്ചം ആ കുഴി കാണും എന്നെല്ലാവരും വിധി എഴുതിയെങ്കിലും ദൈവത്തെ സ്നേഹിച്ച ദാനിയേലിനെ ദൈവം സംരക്ഷിക്കുന്നത് ശത്രുക്കൾ പോലും കണ്ടോ ഇല്ലയോ? ഇനി എങ്ങനെയാണെന്നറിയാമോ? സിംഹക്കുഴിയിലിട്ട ദാനിയേലിനെ ആ കുഴി അങ്ങ് മൂടി. സിംഹത്തിന് നല്ല സ്വാതന്ത്ര്യം കൊടുത്തു. അവനെ ഇഷ്ടമുള്ള പോലെ കടിച്ചു മുറിച്ച് തിന്നോളാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. കുഴി മൂടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നബുക്കദ്നേസർ രാജാവ് വന്നു നോക്കുവാണ് ഈ കുഴിയിലേക്ക്. എല്ലേലും കാണുമോന്നറിയാൻ വേണ്ടി, എന്തേലും ഒരു മിച്ചം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ദാനിയേലിന്
ഒരു കുഴപ്പവുമില്ലാതെ അവിടെ ഇരിക്കുന്നത് ശത്രുക്കൾ പോലും കണ്ടു. ഒരു കാര്യം കേട്ടെ, നമ്മൾ ദൈവഭക്തരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ഞാനും നിങ്ങളും. നമുക്ക് എന്തൊക്കെ വരാം, നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരാം. പക്ഷേ നമ്മളുടെ തകർച്ച ആഗ്രഹിച്ച് പണിയെടുക്കുന്നവരും ഉണ്ടാവും. നമ്മൾ നല്ല ദൈവഭക്തരാണ്, മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും നമ്മുടെ തകർച്ച ആഗ്രഹിച്ച് രാപകൽ നമുക്കെതിരെ പണിയെടുക്കുന്നവരുണ്ടാകും. പക്ഷേ ഓർത്തോ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ തൊടാൻ പോലും ആര് സമ്മതിക്കില്ല? അന്നൊക്കെ ദാനിയേലിനെ സിംഹം മാന്തി എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ? പൂച്ച പോലും ഒരു എലിയെ തിന്നില്ലേലും അതിന്റെ കൈവിരൽ കൊണ്ട് ഒരു മാന്തേലും കൊടുക്കും. ഈ 6-7 സിംഹം പട്ടിണിക്കിട്ടിട്ട് ദാനിയേൽ അവിടെ കിടന്നപ്പോൾ രാത്രിയും പകലും എത്രയോ രാത്രി കഴിഞ്ഞിട്ട് പോലും ഈ സിംഹം ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്മിപ്പോലും വേദനിപ്പിച്ചിട്ടില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ ആര് സംരക്ഷിക്കും? ദൈവം. അത് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ വിശ്വാസമുള്ളവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയാ. അതിൽ അത്ര വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയാ. കുറെ പേരുണ്ട്, എല്ലാത്തിനും ഇവിടെ ആൾക്കാരുണ്ട്. ഹല്ലേലൂയാ. ദൈവത്തെ ഒരു പോറൽ പോലും. അടുത്ത വചനം ശ്രദ്ധിച്ചേ, അടുത്ത വചനാണ്. ഈ ദാനിയേൽ ഇങ്ങനെ കിടക്കുമ്പം, ബൈബിൾ എഴുതിയിട്ടില്ല, ഇതെല്ലാം ഭാവനയിൽ കാണണേ. ദാനിയേൽ ആ കുഴി കിടക്കുമ്പം 6-7 ദിവസം പട്ടിണിക്കിട്ട ദാനിയേലിന്റെ കൊടല് ഭക്ഷണം കിട്ടാതെ ചുരുങ്ങിപ്പോയി എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടോ? വെള്ളം കുടിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടുമില്ല ഈ വ്യക്തി. 6-7 ദിവസം ഫുഡും വെള്ളവും ഭക്ഷണവും കഴിക്കാതിരുന്നാൽ ആശുപത്രി ചെന്ന ഡോക്ടർ പറയും ആൾക്ക് 6-7 ദിവസം ഭക്ഷണം കൊടുക്കാതെ കുടൽ ചുരുങ്ങി പ്രശ്നമാണെന്ന് പറയും. എന്തുകൊണ്ടാണ് ദാനിയേൽ 6-7 ദിവസം ഈ കുഴി കിടന്നിട്ട് ആരും വെള്ളവും കൊടുത്തിട്ടില്ല, ആരും അത്താഴം കൊടുത്തിട്ടില്ല, ആരും ടിഫിനും കൊടുത്തിട്ടില്ല, ആരും ലഞ്ചും കൊടുത്തിട്ടില്ല, എന്നിട്ടും കുടൽ ചുരുങ്ങിയില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലം, ഏതാ സ്ഥലം? ബാബിലോൺ കുറച്ച് ദൂരെയാണ്. ബാബിലോണിൽ താമസിക്കുന്ന പ്രവാചകന്റെ പേര് ഹബക്കുക്ക്. നല്ല പ്രവാചകൻ. ആൾക്ക് സ്ത്രീകളെ പോലെ നല്ല നീണ്ട മുടി ഉണ്ടായിരുന്നു. ബൈബിളിലുണ്ട്, നീണ്ട മുടി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു. ആളൊരു അന്നത്തെ കാലത്ത് ഒരു സാമ്പത്തികമായിട്ടുള്ള ആളാണ്. ഇദ്ദേഹം രാവിലെ അപ്പവും കറിയുമായി പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ബാബിലോണിൽ നിന്ന് പോവാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഹബക്കുക്കിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഹബക്കുക്കിനോട് ചോദിച്ചു, ഹബക്കുക്ക് പ്രവാചക എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പോൾ ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞു, ഞാൻ എൻ്റെ പണിക്കാർക്ക് കാപ്പി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു, ഭക്ഷണം. അപ്പോൾ ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞു, നീ ഇത് പണിക്കാർക്ക് കൊടുക്കണ്ട. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ദാസൻ എവിടെ കിടപ്പുണ്ട്? സിംഹക്കുഴി കിടപ്പുണ്ട്. സോറി, ഈ ഹബക്കുക്ക് പ്രവാചകൻ ബാബിലോണിലുള്ളതല്ല, യൂദായിലുള്ളതാണ്. യൂദായിലുള്ള ഹബക്കുക്ക് പ്രവാചകൻ ബാബിലോണിലെ സിംഹക്കുഴിയെ കുറിച്ച് ദൈവം പറഞ്ഞു, നീ ഇത് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ദാസനായ ബാബിലോണിലെ ദാനിയേലിന് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂദായിലുള്ള ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞു, ഞാനേ ബാബിലോൺ കേട്ടിട്ട് പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ അവിടെയുള്ള കുഴി കണ്ടുപിടിക്കും? ബാബിലോണും സ്ഥലം പോലും എനിക്കറിയാൻ പാടില്ല. ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഈ തലമുടി കൂടുതലുള്ള ഈ ഹബക്കുക്ക് പ്രവാചകനെ മുടിക്കുത്തിരി കയറി പിടിച്ചു. എന്നിട്ട് പുള്ളിനെ ഒരൊറ്റ പൊക്കി. അപ്പോൾ കയ്യിലിരിക്കുന്ന അപ്പവും കറിയും എല്ലാം പൊങ്ങി, ഒപ്പം എല്ലാം പൊങ്ങി. എന്നിട്ട് എഴുതിയിരിക്കുന്നത് ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പോയി എന്നല്ല, ഒരു 65 കിലോമീറ്റർ സ്പീഡിൽ പോയി എന്നല്ല. എങ്ങനെ എഴുതിയിരിക്കുന്ന അറിയോ? വായുവേഗം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സാധാരണ അതിന് പറയുന്നത് വായുവേഗത്തിൽ എന്ന് പറഞ്ഞാൽ അത് മിസൈലുകളൊക്കെ വിടുമ്പോൾ വായുവേഗത്തിൽ, പ്രകാശവേഗത്തിൽ എന്ന് പറയും. വായുവേഗത്തിൽ ബാബിലോണിൽ കിടക്കുന്ന ദാനിയേലിന് ദൈവം സഹായം, ഭക്ഷണം, ഫുഡ് എത്തിച്ചു കൊടുത്തത് വായുവേഗത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു ആവശ്യത്തെ ദൈവം എത്ര സ്പീഡിൽ നടപ്പിലാക്കും? എത്ര സ്പീഡിൽ? വായുവേഗത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വായുവേഗത്തിൽ. ഇനി അടുത്തത്, ബാബിലോണിലെ സിംഹക്കുഴിയുടെ വാതക്കൽ കൊണ്ടുപോയി
ഹബക്കുക്ക് പ്രവാചകനെ നിർത്തിയപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന അപ്പവും ഭക്ഷണവും എല്ലാം കൂടെ നീട്ടി നീ കൊടുക്കാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ദാസന്. ഇത് കൊടുക്കാൻ വേണ്ടി ഹബക്കുക്ക് പ്രവാചകൻ അപ്പവും കറിയെടുത്ത് കുഴിയിലേക്ക് നീട്ടിയപ്പോ എന്തിനെയൊക്കെ കണ്ടു? പട്ടിണിക്ക് കിടക്കുന്ന സിംഹത്തെയും കണ്ടു, ദാനിയേലിനെയും കണ്ട് ആളൊന്നും ഭയപ്പെട്ടിട്ടുണ്ടാകും. എന്നാലും സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞതാണ് മുമ്പേ കേട്ടത്, ദൈവമേ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലൊരു സാക്ഷ്യം, ദാനിയേലിനെ പോലൊരു സാക്ഷ്യം നിങ്ങൾക്കും ഇന്നല്ലെങ്കിൽ നാളെ ദൈവസന്നിധിയിൽ പറയാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ, അല്ലെങ്കിൽ ഇത്ര ആക്റ്റീവായിട്ട് ഈ ഉച്ച കഴിഞ്ഞ് ഇരിക്കത്തില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദാനിയേല് പറഞ്ഞ പോലത്തെ കാര്യം നിങ്ങളും പറയും. എന്തു പറയും? നിങ്ങൾ നാളെ ജീവിതത്തിന്റെ 15 വർഷം പുറകോട്ട് നോക്കിയിട്ട് പറയും, ഒരു 25 വർഷം പുറകോട്ട് നോക്കിയിട്ട് പറയും, ഇത് വളരെ വളരെ ശരിയാണ്. ദൈവത്തെ സ്നേഹിച്ച എന്നെ, എൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കടബാധ്യത വന്നിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്, രോഗങ്ങളുണ്ടായ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നൂൽപാലത്തിലൂടെ കടന്നു പോയപ്പോഴും, അങ്ങനെ ചിലപ്പോൾ പറയില്ലേ ചില വാക്ക്, കഴിഞ്ഞൊരു വർഷം എൻ്റെ ദൈവമേ നൂൽപാലത്തിലൂടെയാ പോയെന്ന്. നൂൽപാലത്തിലൂടെ കടന്നുപോയിട്ടും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു നല്ല വചനം പരിചയപ്പെടുത്താം. റോമ 8:28. അതാണോ? ഒന്ന് വായിച്ചു നോക്കിയോ. റോമ 8:28. ബൈബിൾ ഉള്ളവർ ഉറക്കെ വായിക്കാമോ? നല്ലൊരു വചനം, നിങ്ങൾ ഒരിക്കലും മറക്കരാത്ത ഒരു വചനമാണ്. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് ഡാഷ്. ആ വാക്കാണ് പരിശുദ്ധാത്മാവ് സ്പെഷ്യലായിട്ട് എഴുതിയിരിക്കുന്ന വാക്ക്. ഏത്? സകലതും നന്മയ്ക്കായി. സകലം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാരത് കേട്ടത് ശകലം എന്നാണ്. ശകലമല്ല, സകലം. രണ്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചില ആൾക്കാർക്ക് മുമ്പിലത്തെ പല്ലില്ല, അതുകൊണ്ട് അവരെത്ര കൂട്ടി പറഞ്ഞാലും ശകലം എന്നേ ആകുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നും കൂടി ആ വചനം നിങ്ങളത് ഏറ്റെടുത്തിട്ട് പറയാം. ഇപ്പൊ ഏറ്റെടുത്തിട്ടില്ല, ഇപ്പൊ ബുദ്ധിയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്കത് കാണാപ്പാടം അറിയാവുന്ന വചനമാണ് എല്ലാവരും പറയുന്നത്. ഇത് കാണാപ്പാടം അറിയാമെങ്കിലും ഈ വചനത്തിന്റെ ശക്തി അറിയാത്തോണ്ടാ ചില പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ തല താഴ്ത്തോട്ടാക്കുന്നത്. ഈ വചനം നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോഴേ അയ്യോ ഇത്ര ആവൂലേ. വചനം ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകല കാര്യങ്ങളും. എന്താ സകലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എന്താ സകലം? നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം എന്താക്കും? സകലതും നന്മയ്ക്കാക്കി മാറ്റും. എവിടെ എഴുതിയിട്ടില്ല? എല്ലാം തകർച്ചയ്ക്കാക്കി മാറ്റുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം ഒന്ന് പറഞ്ഞാലോ? നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പകടെ സ്വരം ഉയർത്തി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട എനിക്ക് യാതൊരുവിധ കുറവും ദൈവം വരുത്തില്ല. സകലതും നന്മയ്ക്കാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നല്ല ദൈവവചനം ഇത്. ഇന്ന് നിങ്ങൾ ദ്വാരകയിൽ ഈ വചന പ്രഘോഷണം കഴിഞ്ഞ് പോകുമ്പം ഈ വചനം 10 പ്രാവശ്യം പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ വിഷമത്തിലിരിക്കുന്നതാണെങ്കിൽ ആ വിഷമം മാറി സകലതും നന്മയ്ക്കാക്കി മാറ്റും. ഹല്ലേലൂയ. ഇനി എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ കുഴി വന്ന് നോക്കി ആര്? രാജാവ്. എന്നിട്ട് രാജാവ് ഈ ദാനിയേലിനെ കുഴിന്ന് പൊക്കിയെടുത്തു. ഒന്ന് ഭാവനയിലൊന്ന് കണ്ടു നോക്കിയേ. ദാനിയേൽ 5-6 ദിവസമായിട്ട് ഈ കുഴി കിടക്കുക. കുഴിയിലിട്ടതാരാ? അവിടുത്തെ കുറെ രാഷ്ട്രീയക്കാര്. എല്ലാത്തിനും പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അന്നത്തെ കാലത്ത് ദാനിയേലിനെ തകർക്കാൻ വേണ്ടിയുള്ള പൊളിറ്റിക്സ് ആണ്
ഇവനെ ഈ കുഴിയിൽ എത്തിച്ചത്. എവിടെയും പൊളിറ്റിക്സ് ആണ്. ഒരാൾ എന്തേലും ഒരു നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഗൂഢാലോചനയുടെ പേരാണ് പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സിന്റെ ഭാഗമായി ദാനിയേൽ കുഴി കിടക്കുകയാണ്. ഈ കുഴി കിടന്ന ദാനിയേലിനെ ഇട്ടതാരാ? കുറെ ആൾക്കാർ. ഉയർത്തിയതാരാ? രാജാവ്. ഇത് പഴയ നിയമത്തിൽ കുഴി കിടന്ന ദാനിയേലിനെ ഉയർത്തിയത് രാജാവാണെങ്കിൽ, പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന നമുക്കൊരു സങ്കടം വന്നാൽ ഉയർത്തുന്ന ആരായിരിക്കും? രാജാവായിരിക്കത്തില്ല. ഒരു കാര്യം കേട്ടോ, ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് ചിലപ്പം സങ്കടങ്ങളും കുഴിയിൽ വീണ അനുഭവം ഉണ്ടായാലും ഒരു നിശ്ചിത നാൾ കഴിഞ്ഞ്, ഒരു പരീക്ഷണം പോലെ ദിവസങ്ങൾ കഴിയുമ്പം കുഴിയിലിട്ടത് ചിലപ്പോൾ നമ്മുടെ കൂടെപ്പിറപ്പും നമ്മുടെ സുഹൃത്തും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കൂടെ പഠിച്ചവരും ഒപ്പം ശുശ്രൂഷ ചെയ്തവരൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ട് കുഴിയിലിട്ടത്. ശുശ്രൂഷകരും കാണും അതിനകത്ത്. ചിലപ്പം ശുശ്രൂഷകരും കാണും. ചിലപ്പോൾ അന്നത്തെ കാലത്തെ ശുശ്രൂഷകരും കാണും. ദാനിയേലിനെ കുഴിയിലിടാൻ ഒരു കളി കളിച്ച 2-3 ശുശ്രൂഷകരും ഉണ്ട്. മലയാളികളായ 3 പേരും ഉണ്ടായിരുന്നു. ചുമ്മാതെ അവരവിടെ ഉള്ള എവിടെ കുഴിയിൽ ഒരാളെ ഇട്ടാൽ അവിടെ ആരെങ്കിലും ഒരാൾ മലയാളി ആയിരിക്കും. ഈ കുഴിയിലിടുന്ന സ്വഭാവം മറ്റൊരു രാജ്യക്കാർക്കും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ദാനിയേലിനെ കുഴിയിലിടാൻ കളിച്ചവരിൽ ഏതോ ഒരു വ്യക്തി മലയാളിയായിട്ടുണ്ട്. അല്ല ഇത്ര അസൂയ ഉണ്ടാകല. ദാനിയേലിന് ഇനി ആര് കുഴിയിലിട്ട്, മലയാളിയാണെ പോലും ഇനി കുഴിയിൽ നിന്ന് കയറ്റിതാരാ? രാജാവാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും സങ്കടത്തിലുണ്ടെങ്കിൽ നിങ്ങളെ ഉയർത്തുന്നത് രാജാവിന്റെ സ്ഥാനത്ത് രാജാവല്ല, ദൈവം തന്നെ ആ കുഴിയിൽ നിന്ന് നിങ്ങളെ കൈ പിടിച്ചുയർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അതിനകത്ത് ഭയങ്കര പ്രത്യേകത ഒരു കാര്യം കേട്ടു നോക്കിയേ. ഈ ദാനിയേലിന് ദൈവം സംരക്ഷണം കൊടുക്കുന്ന ആര് കണ്ടു? ശത്രുക്കൾ പോലും കണ്ടു. നിങ്ങളെ ചിലപ്പം പള്ളിയിൽ പോകുന്നതിനും ധ്യാനം കൂടുന്നതിനും പ്രാർത്ഥിക്കാനും കളിയാക്കുന്ന കുറെ പേരില്ലേ? നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ കണ്ട ഒടുത്തൊരുങ്ങി പള്ളിയിലാന്ന് പോലും. പള്ളിയിൽ അവർക്കാണെങ്കിൽ ഒരു വീട് പോലും ഇല്ല. 2 മക്കളുണ്ട്, കണ്ടില്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുന്ന വല്ല വീട്ടിൽ ഇരുന്ന് ചെയ്യണ്ടേ? ധ്യാനമാണെന്ന് പറഞ്ഞ് പോയിരിക്കുക. ധ്യാനമാണെന്ന് പോലും ധ്യാനം. ഇങ്ങനെ കളിയാക്കിയവര് പോലും നാളെ ഒരു സമയത്ത് അവര് പറയും, അവരെ ദൈവം നയിച്ച വഴികളെ കണ്ട് ദൈവം അവരെ സ്നേഹിക്കുന്നത് ശത്രുക്കൾ പോലും കളിയാക്കിയവര് പോലും കാണത്തക്ക വിധം ദൈവം പ്രവർത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ച്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ. ഇനി ദൈവത്തെ എങ്ങനെയാ സ്നേഹിക്കണ്ടേ? ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മൾ ദൈവസ്നേഹം എന്ന് പറഞ്ഞിരുന്നിട്ട് ഈ ഞായറാഴ്ച ഈ വ്യാഴാഴ്ച ദിവസം ഹാലേലൂയാ എന്ന് പറഞ്ഞു. ഇനി അടുത്ത മാസം 2-ാം ശനി ആകുമ്പോൾ 1-ാം ശനി ആകുമ്പം ഹാലേലൂയാ എന്ന് പറയുന്നത് ദൈവസ്നേഹം അല്ല. നമ്മളെങ്ങനെയാ ദൈവസ്നേഹം പ്രകടമാക്കുന്നത്? ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയി, പിന്നെ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോവും, പിന്നെ അടുത്ത ഞായറാഴ്ചയും പള്ളിയിൽ പോവും. ഇതാണ് നമ്മൾ ദൈവസ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പൊട്ട നോമ്പെടുത്തിട്ട് നമ്മൾ പറയുക ദൈവസ്നേഹമാണ്. ഏതാ നമ്മൾ നോമ്പെടുത്തിരിക്കുന്നത്? ഇറച്ചി മാത്രം. കഷ്ണം മീനും നോമ്പെടുത്തിട്ടില്ല, ഉണക്കമീനും നോമ്പെടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ പച്ചക്കറിക്കകത്ത് വരെ മീൻ മസാല ഇട്ട് മീനാണെന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ദൈവസ്നേഹമാണ്. ഇന്ന് വരെ നോമ്പെടുത്തിട്ടില്ല, അങ്ങനെയുള്ളവർ ഇന്ന് തൊട്ട് നോമ്പെടുക്കണം. അങ്ങനെയുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ഈശ്വര, ഈ 50 നോമ്പ് എടുത്തിട്ടില്ല, ഇന്ന് തൊട്ട് എടുക്കാൻ ആഗ്രഹമുള്ളവരാണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ നോട്ട് ചെയ്തു ആരൊക്കെയാണെന്ന്. 50 നോമ്പ്, ഇനി കുറച്ച് ദിവസം കൂടി. ഇന്ന് വരെ എടുത്തിട്ടില്ല. നമ്മുടെ നോമ്പുണ്ടല്ലോ, നമ്മുടെ നോമ്പ് ശരിയല്ല. നമ്മൾ നോമ്പ് ഇറച്ചി മീനും ഒക്കെ എടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇറച്ചി മാത്രം ഒഴിവാക്കി മീൻ അടിച്ചു മാറുവാണ്. മീൻ ചിലർ ഒഴിവാക്കിയിട്ട് മീൻ മസാല ഇട്ട് തേങ്ങാക്കറി കൂട്ടി കഴിക്കുന്നുണ്ട്. മീൻ മസാല ഇട്ടിട്ട് ചിലര് സോയാബീൻ മേടിച്ച് ബീഫ് വറുത്തരച്ച് കറി വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആ മസാലയുടെ മണം കിട്ടിയാൽ ഒരു സന്തോഷവും ഒരു ഉണർവും ഒക്കെ ഉള്ളൂ. നമ്മുടെ നോമ്പെടുക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ വിശ്വസ്തരല്ല. 7 മണിക്കത്തെ വിശുദ്ധ കുർബാനയ്ക്ക് 7:15 വരുന്നത് വിശ്വസ്തതയല്ല. ആണോ? 7:30 കുടുംബ പ്രാർത്ഥനയിൽ 8 മണി നിങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചോ, ഞങ്ങൾ 8 മണിക്ക് ഞാൻ അങ്ങ് വരും, അത് വിശ്വസ്തതയല്ല. ഒരു നോമ്പെടുക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി മീനില്ലാതെ ഇറങ്ങത്തില്ല എന്ന് പറയുന്നത് വിശ്വസ്തതയല്ല. എല്ലാ കാര്യത്തിലും കൃത്യം. ഹല്ലേലൂയ.
അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തെ സ്നേഹിക്കണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കൂ എന്ന് പറയുന്നേ ഉള്ളൂ, നമ്മുടെ പ്രവൃത്തിയിലില്ല. ശരിയാണോ? ദൈവത്തെ സ്നേഹിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നതാണ്. സമയക്കറുകളോട് വേഗത്തിൽ പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ വചനം പാലിക്കും. നമ്മൾ പാലിക്കുന്നില്ല, നമ്മൾ നോക്കിയാൽ പാലിക്കുന്നവരെ പോലെ തോന്നും. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ വചനം കഷ്ടിച്ചു പാലിക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റ് പാലിക്കുന്നല്ല, ദൈവത്തിന്റെ വചനം കൃത്യമായി പാലിക്കും. ഹല്ലേലൂയ. ഇനി അടുത്തത്, ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരനെയും സ്നേഹിക്കും. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ എങ്ങനെ, കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? നമ്മൾ ക്രിസ്ത്യാനികൾ പലരും സഹോദരങ്ങളെ സ്നേഹിക്കാത്തവരാണ്. ബന്ധുക്കൾ, ശത്രുക്കൾ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ ഒരു വചനമുണ്ട്, പെട്ടെന്ന് ഓർത്തപ്പോഴാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 18-ാമത്തെ വാക്യം. അതെന്നറിയോ? അത് നല്ലൊരു വചനം. ഈശോ ഒരു അത്തിവൃക്ഷത്തെ എന്ത് ചെയ്തു? ഈ അത്തിവൃക്ഷത്തെ ശപിക്കാൻ ഒരു കാരണവുമില്ല. പാവം ഒരു അത്തിവൃക്ഷമാണ്, ഒരു തെറ്റും ചെയ്യാത്ത അത്തിവൃക്ഷമാണ്. പറയാം, അത്തിവൃക്ഷം വഴിയുടെ അവിടെ നിൽക്കുക. വഴിയുടെ സൈഡിൽ എന്തൊക്കെയുണ്ട് അത്തിവൃക്ഷത്തില്? ഇലയുണ്ട്, തടിയുണ്ട്, വളർച്ചയുണ്ട്, എല്ലാം ഉണ്ട്. ഈശോ അതിലെ കടന്നു പോയപ്പം ഈശോയ്ക്ക് വിശന്നു. അത് അത്തിവൃക്ഷത്തിന്റെ തെറ്റാണോ? അത്തിവൃക്ഷം പറഞ്ഞിട്ടല്ല ഈശോയ്ക്ക് വിശന്നത്. അത്തിവൃക്ഷം വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന സാധനമാണ്. ഇതിലെ ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ടുമുണ്ട്. ഈശോയ്ക്ക് വിശന്നപ്പോൾ ഈശോ ചിന്തിക്കുവാണ്, ആ അത്തിവൃക്ഷത്തിൽ ഫലം കാണും. അങ്ങനെ തോന്നാൻ കാരണം എന്നാ? അത്തിവൃക്ഷത്തിന്റെ നിപ്പും അത്തിവൃക്ഷത്തിന്റെ ഭാവവും ആ ഇലയുടെ വലിപ്പവും ആ തണ്ടിന്റെ നിപ്പും കണ്ടപ്പം ഉറപ്പായിട്ടും ഇതിൽ ഫലമുണ്ടെന്ന് ഈശോ വിശ്വസിച്ചു. ദൂരേന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാം അങ്ങനെയാ. എങ്ങനെ? ഈശോ വഴിയിൽ നിന്ന് നോക്കിയപ്പോ എന്നാ തോന്നി? അത്തിവൃക്ഷത്തെ കണ്ടപ്പം ഫലം ഉണ്ടായിരിക്കും, അതിലൊരെണ്ണം പറിക്കണം, 2 എണ്ണം പറിച്ച് തിന്നണം, വിശപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. നോക്കിക്കേ, ഫലമുണ്ടെന്ന് കരുതി. ഇവിടെ നോക്കിക്കോ, ഈശോ ചിന്തിക്കുക, ദൂരേന്ന് നോക്കിയപ്പം ഫലം കാണുമെന്ന്. നമ്മളെ എല്ലാരെയും, എന്നെയും ലോഹയിട്ട് ഉറാലയൊക്കെ ഇട്ട് നിൽക്കുന്ന എന്നെയും കണ്ടാൽ നിങ്ങൾ ഓർക്കും ഫലം കാണുമായിരിക്കും. പക്ഷെ അടുക്കുമ്പോഴറിയണത് ഒരു ഫലവും ഇല്ലെന്ന്. നമ്മളെ ദൂരെ ആൾക്കാർ നോക്കുവാണെങ്കിലോ, ദാ കൈപൊക്കി സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭയങ്കര സംഭവമാണ് നമ്മൾ. അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഫലമുണ്ടെന്നാണ്. പക്ഷെ നിങ്ങളോട് ഒരു ഇടപെടാൻ തുടങ്ങി, നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഇയാൾക്ക് വായി സ്തോത്രവും കൈ സൂത്രവുമാണ്. അതാണ് പല പ്രാർത്ഥനക്കാരുടെയും എൻ്റെയും ഒക്കെ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ വായിൽ ഇഷ്ടംപോലെ എന്തുണ്ട്? സ്തോത്രമുണ്ട്, കയ്യിലിരിക്കുന്നത് മുഴുവൻ സൂത്രപ്പണികളുമാണ്. വായിൽ സ്തോത്രവും കയ്യിൽ സൂത്രവും. ബലമുണ്ടെന്ന് തോന്നും. ഇനി ശ്രദ്ധിച്ചോ, ഈശോ എന്നാ പറഞ്ഞത്? അത്തിവൃക്ഷത്തെ എന്ത് ചെയ്തു? ശപിച്ചു. ഈശോയ്ക്ക് അത്രയും വിഷമമുണ്ടായി. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചു, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ ആസ്പെറ്റോസിന്റെ അടിയിൽ ഈ ചൂടും കൊണ്ട് ആവശ്യമിരിക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവസന്നിധിയിൽ അഭിനയിക്കാൻ പാടില്ല. എന്താണ് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ വലിയ പ്രാർത്ഥനക്കാരനാണ്, ഞാനൊരു 3 കൊന്തയും കൈ ചുറ്റി ഒരു അഭിനയം ഞാൻ അങ്ങ് അഭിനയിക്കും. എൻ്റെ പ്രാർത്ഥന കേട്ടാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് തോന്നും ഭയങ്കര ഭാഷാപരമാണെന്ന്. ഞാൻ അഭിനയിക്കും. അത്തിവൃക്ഷം ഒരഭിനയം നടത്തി എന്ത് ബലമുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിൽ അങ്ങ് നിന്ന് കൊടുത്തു. ഇനി അത്തിവൃക്ഷത്തിൽ ഇലയില്ല, അതിന് കുറച്ച് കമ്പുകളൊക്കെ ആയിട്ടാണെങ്കിൽ ഈശോ വഴിയിൽ നിന്ന് നോക്കുമ്പോഴേ കണ്ടേനെ, ഓ പകുതി ഇലയില്ല, ആകെ ഉണങ്ങിയിരിക്കണം, അതേ ഫലമൊന്നുമില്ല, ദൂരേനെ അറിഞ്ഞേനെ. ഉള്ളതുപോലെ നിന്നായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ അടയാളം. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വണ്ടി ഓടാൻ എന്തൊക്കെ വേണം? ഒരു വണ്ടി ഓടാൻ, ഇവിടെ കിടക്കുന്ന കാറുകൾ ഓടാൻ എന്തൊക്കെ വേണം? 4 ടയർ മതിയോ? എൻജിൻ വേണോ വേണ്ടയോ? എൻജിൻ വേണം. ശ്രദ്ധിച്ചോ, കാറിന്റെ സ്ട്രക്ചർ മാത്രമുണ്ട്, 4 ടയറും ഉണ്ട്, അത് ചുമ്മാ വെക്കാനേ കൊള്ളുള്ളൂ.
അവിടെ ഇരിക്കും. ഇനി തള്ളിയാ ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിരിക്കും. ഇനി അതിനകത്ത് വേണ്ട 2 സാധനമാണ് എൻജിൻ. ഇനി എൻജിൻ ഉണ്ടെങ്കിൽ വണ്ടി ഓടുവോ ഇല്ലയോ? ഇല്ല, ഓടിയല്ല. അതിനകത്ത് എന്ത് ഒഴിച്ചു കൊടുക്കണം? പെട്രോളോ ഡീസലോ അതിന്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം, എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ. ഇത് രണ്ടും കൂടെ സമയാസമയങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ വാഹനം മുന്നോട്ട് കുതിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ ഇതുപോലെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കുതിക്കണമെങ്കിൽ എൻജിനും വേണം, എണ്ണയും വേണം. എന്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എൻജിൻ? ഒരു വിശ്വാസിയുടെ ജീവിതത്തെ പ്രവർത്തിപ്പിക്കുന്ന എൻജിൻ എന്തുവാ? അതാണ് ഒരാളുടെ പ്രയർ ലൈഫ്. പ്രാർത്ഥനാ ജീവിതമാണ് ഒരു കാറിന്റെ എൻജിൻ പോലെ നിങ്ങളുടെ ജീവിതത്തെ പ്രവർത്തിപ്പിക്കുന്ന എൻജിന്റെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ഇനി ഈ പ്രാർത്ഥന മാത്രം പോരാ, ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട എണ്ണ, പെട്രോളോ ഡീസലോ എന്ന് പറയുന്ന പോലെ എണ്ണ എന്താ? അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ പ്രാർത്ഥനയും എന്ന എൻജിനും വിശ്വാസം എന്ന എണ്ണയും ഒരുപോലെ ഉള്ളപ്പോഴാണ് ഇത് സ്റ്റാർട്ടായി മുന്നോട്ട് പോകത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോ ക്രിസ്തീയ വ്യക്തികൾ കേട്ടെ, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? വിശ്വാസവും പ്രാർത്ഥനയും. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാലും നിങ്ങൾ എത്ര കഴിവുള്ളവരാണേലും എത്ര ബുദ്ധിയുള്ളവരാണേലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടേലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന ആളാണേലും, ഇനി ബിസിനസ് ചെയ്യുന്ന ആളാണേലും, ആത്മീയ മേഖലയിൽ നിൽക്കുന്നവരാണേലും, കൃഷി ചെയ്യുന്നവരാണേലും, സാധാരണക്കാരാണേലും, ഇനി അഥവാ വലിയ വലിയ നിലയിൽ ജീവിക്കുന്നവരാണേലും, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ 2 ശക്തികൾ ആവശ്യമാണ്: വിശ്വാസവും പ്രാർത്ഥനയും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങളെ ഒരു പുതിയ പ്രാർത്ഥന പഠിപ്പിക്കട്ടെ. ഒരു പുതിയ പ്രാർത്ഥന, നല്ല പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ മനസ്സ് വരെ മാറ്റിയ പ്രാർത്ഥനയാണ്. ആരുടെ മനസ്സ്? ദൈവത്തിന്റെ മനസ്സ് മാറ്റിയാൽ എന്തും മാറ്റാൻ ഈ 2 കാര്യം മതി, വിശ്വാസവും. പക്ഷെ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ട് കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളത് വില കൊടുത്ത് കേൾക്കണം. കേൾക്കുമോ? അത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ മോശയുടെ പ്രാർത്ഥന. കിടിലാണ് പ്രാർത്ഥന. എന്താണ് കിടിലൻ? അത് ഭയങ്കര നല്ല ഒരു പരിപാടിയാണെങ്കിൽ പറയുന്നതാണ് കിടിലൻ. അത്ര നല്ല പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പറയുക, ഈ കനത്തിലുള്ള പ്രാർത്ഥനാ പുസ്തകം ചൊല്ലി തീർക്കണം, എന്നിട്ടും ഗുണം കിട്ടിയിട്ടില്ല, പിന്നെ ആ കിടിലൻ. നിങ്ങളൊക്കെ ഈ കനത്തിൽ ചെല്ലുന്ന ആൾക്കാർ, ഈ കനത്തിലുള്ള പുസ്തകം നമ്മളെങ്ങനെ ചെല്ലുന്നത്? ഉറങ്ങിയും തൂങ്ങിയും ചൊറിഞ്ഞും മാന്തിയും. നമ്മുടെ പ്രാർത്ഥനയല്ല ഈ അങ്ങനത്തെ പ്രാർത്ഥനയാണ്. ഇനി ഇതാ ഒരു ഭയങ്കര ശക്തമായ പ്രാർത്ഥന. പുറപ്പാട് 32-ാം അധ്യായം. എവിടെയാണ് പുറപ്പാട്? ലൂക്കാസ് സുവിശേഷത്തിന്റെ പുറകിലാണ് പുറപ്പാട് പുസ്തകം ഉള്ളത്. ആണോ? അതെ, ലൂക്കാസ് സുവിശേഷത്തിന്റെ പുറകിലല്ലേ, തൊട്ടുപുറകിലല്ലെന്ന് ഞാൻ പറഞ്ഞോ? ഒരു പുറകിലാണ്, ഒരുപാട് പുറകിലാണ്. ചില ആൾക്കാർ വേഗത്തിൽ വചനം വെളിപാട് ഗ്രന്ഥത്തിലേക്ക് പോകുന്നു. ബൈബിള് തന്നെ എന്നാന്ന് കൃത്യമായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ, പിന്നെ ആ പുറപ്പാട്. ഹല്ലേലൂയ. ചുമ്മാ പറഞ്ഞ നിങ്ങൾ വളരെ ഉറങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചു, ഒരു നല്ല പ്രാർത്ഥനയാണ്. ദൈവം ഇസ്രായേൽ ജനങ്ങളെ നോക്കി കോപിച്ചു, ദേഷ്യം വന്നു. ദൈവം എന്നാ കാരണം അറിയോ? ദൈവമാണ് ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് എടുത്ത് അവരെ മരുഭൂമിയിലൂടെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവാണ്. ഭയങ്കര അത്ഭുത പ്രവൃത്തി ചെയ്ത ദൈവത്തെ അവരറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നോക്കിയപ്പോ കാണുകയാണ്, കഴുത്തേലും കാതിലും ഉള്ളതെല്ലാം ആൾക്കാർ പറിച്ചെടുത്തിട്ട് ഉരുക്കിയിട്ട് ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കിയെന്നല്ല, കാളയുടെ രൂപം ഉണ്ടാക്കി അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഈ കാളയുടെ ചുറ്റും നടന്ന്, ഈ കാള വിഗ്രഹം പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ചുറ്റും നടന്ന് ഭയങ്കര ഡാൻസും പാട്ടും തീറ്റയും കുടിയും.
ഭയങ്കര. അപ്പൊ ദൈവം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ മോശേ, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണ്, എന്റെ ക്രോധം ആളിക്കത്തുന്നു. ആരോട് പറഞ്ഞു? ചുമ്മാ പറഞ്ഞാണോ അതോ പേടിപ്പിക്കാൻ പറഞ്ഞാണോ? നമുക്ക് തോന്നും ഇത് ചുമ്മാ പറഞ്ഞാന്ന്. ഇത് പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, കറക്റ്റായിട്ട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറഞ്ഞു. അന്നേരെ മോശ എന്ത് ചെയ്തു? മോശ ദൈവത്തിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും ഇടയിൽ കയറി അങ്ങ് നിന്നു. ആര് നിന്നു? മോശ. ഈ മോശയെ പോലെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഉയരും. പറയട്ടെ ഒന്നും കൂടെ, ഈ മോശയെ പോലെ ഒരാൾ നമ്മുടെ വീട്ടിൽ, ഈ ദ്വാരകയിൽ മോശയെ പോലെ ഒരാൾ മതി. 10 പേരുണ്ടായാൽ തമ്മിലടിക്കും, വേണ്ട 10 പേര് വേണ്ട, ഒരാൾ മതി. 10 പേരായ പിന്നെ എന്റെ ദൈവം ആരാ വലുത് ആരാ ചെറുതെന്ന് പറഞ്ഞ് പ്രശ്നമാവും. 10 പേര് വേണ്ട, മോശയെ പോലെ ഒരാൾ നമ്മുടെ വീട്ടിൽ മതി. മോശയെ പോലെ ഒരാള് നമ്മുടെ ദേശത്ത് മതി. നമ്മുടെ വീടും നാടും രക്ഷപ്പെടാൻ. മോശ എന്നാ ചെയ്തു അന്നേരെ? മോശ ദൈവത്തിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും ഇടയിൽ കയറി നിന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷമം, ഒരു അസ്വസ്ഥത വരുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും അല്ലേലും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മാറരുത്. ദൈവത്തിന്റെ മുമ്പിൽ കയറി നിൽക്കാൻ മനസ്സുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വേണം. ഇനി നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ആ സമയത്ത് അവരോട് പറയണം, മനസ്സ് തളരണ്ട, ദൈവത്തിന്റെ മുമ്പിൽ കയറി നിന്നാ മതിയെന്ന്. മോശ ദൈവത്തിന്റെ മുമ്പിൽ കയറി നിന്നു. കയറി നിന്നിട്ട് എന്താ ചെയ്തതെന്ന് വളരെ അത്ഭുതകരമാണ്. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ചു. അതിന് ഏറ്റവും കാമ്പായിട്ടുള്ള കാര്യം പറയാം. പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. 11-ാമത്തെ വാക്യം വായിക്കാമോ? മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് ഒരു പ്രാർത്ഥനയാണത്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര അസ്വസ്ഥത, പ്രതിസന്ധി, ആകെ അസ്വസ്ഥയിരിക്കുമ്പം നിങ്ങളിൽ ഒരാൾ മോശയെ പോലെ ദൈവത്തിന്റെ കാരുണ്യം യാചിക്കുന്ന ഒരാൾ വേണം. എന്റെ കാമ്പായ കാര്യം പറയാം. അടുത്തത്, ഇനി അടുത്ത വചനം വായിക്കേണ്ടത് മോശ ദൈവത്തോട് പറഞ്ഞത് 11-ാമത്തെ വചനം. കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? ഇനി അടുത്തൊരു പ്രാർത്ഥന കേട്ടോ. 11 അടുത്ത വചനം വായിക്കാം. അടുത്ത വചനം. മലകളിൽ വച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടുകൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയതെന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നതെന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവെടിയണമേ, അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അടുത്ത വാക്ക് നോക്കി. അടുത്ത വാക്കാണ് പ്രധാനപ്പെട്ടത്. ബൈബിളോട് വരച്ചു വെക്കണം. 13-ാമത്തെ വചനം. അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും. അപ്പൊ ഈ മോശ ആരെ ഓർക്കണമെന്നാ പറഞ്ഞത്? അബ്രാഹത്തെയും. ഒരു വലിയ പ്രതിസന്ധി വന്നപ്പം മോശ പറയുവാണ്, ദൈവമേ നീ ഈ 3 പേരെ ഒന്ന് ഓർത്തേ. അതെന്തിനാ അവരെ ഓർത്തിട്ട് എന്നാ കാര്യം? ബൈബിളിൽ ഒരു വാക്കുണ്ട്. ദൈവം ആരുടെ ദൈവമാണ്? നമ്മുടെ ദൈവമാണോ? അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവം അല്ലപ്പം. ദൈവമൊക്കെ അവരുടെയാന്ന് അവർ പറയുന്നത്. അതെങ്ങനെ ശരിയാവും? നമ്മളിപ്പോ പ്രാർത്ഥിച്ചൊക്കെ വെറുതെ ആയില്ലേ? അബ്രാഹത്തിന്റെ ദൈവം അതാ ഒരാളുടെ ദൈവമാണ്. ആ ദൈവം ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അവരുടെ ഒക്കെ ദൈവമാണ് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ഇപ്പൊ നമ്മുടെ അല്ലേ? ഈ ആര്? ഈ അബ്രാഹം ആരാ? ഈ ഇസ്ഹാക്ക് ആര്? ഇവരുടെ പേരിൽ ദൈവം എന്താ ഇവരുടെ പേരിൽ എഴുതി വെച്ചിരിക്കും? ദൈവം അബ്രാഹത്തിന്റെ മാത്രം ദൈവമാണോ? ബൈബിൾ പറയുന്നു അതായത് അബ്രാഹത്തിന്റെ ദൈവം എന്നല്ല. ദൈവം അബ്രാഹം ആരാ? വിശ്വസിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരാളാണ് അബ്രാഹാം. പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വാസമുള്ളവരുടെ, അബ്രാഹാം വിശ്വാസികളുടെ നേതാവാണ്, പിതാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മോശയുടെ പ്രാർത്ഥന ഇതാണ്.
ദൈവം നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത് ഈ നാട് മുഴുവൻ ഞാൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകുമെന്ന് കൈവശമാക്കുകയും ചെയ്യുന്ന ശപഥം ചെയ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ മോശ ദൈവത്തെ ഓർമ്മിപ്പിച്ചത്? എന്താ മോശ ദൈവത്തോടൊരു കാര്യം ഓർമ്മിപ്പിച്ചു. എന്താ ഓർമ്മിച്ചു കൊടുത്തത്? മോശ ദൈവത്തോട് പറയുവാണ്, നീ പണ്ട് പറഞ്ഞിട്ടില്ലേ ഇവരെ നീ കാനാൻ ദേശത്തെ എത്തിക്കും, ഒരുപാട് വളർച്ചയും ഉയർച്ചയും ഇവർക്ക് കൊടുക്കും, നീ പറഞ്ഞിട്ടില്ലേ? അപ്പോ അടുത്ത വാക്ക് എന്നാ നോക്കിക്കേ, ദൈവം മനസ്സു മാറ്റി. ഇല്ലേ? ദൈവം ശാന്തനായി. ഭയങ്കര ചൂടില്ല നിന്നത് ദൈവം, പെട്ടെന്ന് അങ്ങ് വെള്ളം ഒഴിച്ചു പോലെ ശാന്തനായി. ദൈവം തീരുമാനത്തിൽ പിന്മാറിയോ ഇല്ലയോ? അടുത്ത വചനം ഒന്ന് വായിക്കുവാട്ടെ. തീരുമാനത്തിൽ നിന്ന് ആര് മാറി മനസ്സ്? ആരുടെ വാക്കുകൊണ്ട്? ഒരു സാധാരണ വിക്കന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം പോലും മനസ്സു മാറ്റിന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഓർത്ത്, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ആരുടെ ദൈവത്തിന്റെ മനസ്സ് വരെ മാറി. അങ്ങനെയാണ് നിങ്ങൾ ആരെയെങ്കിലും അവര് മാറിയിട്ടില്ലല്ലോ, അവരെന്നാ മാറാത്ത വിഷമമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയും മാറ്റമില്ലാത്തൊരവസ്ഥ ദുഃഖിക്കുന്നു. ദൈവത്തിന്റെ മനസ്സും ഒരു വിക്കനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മാറി. ഇനി ഒറ്റ കാര്യം, ഉറക്കം വരുന്നവരും അല്ലാത്തവരും ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെന്നോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പൊ ഉറക്കം പോയി. ഈ കാര്യങ്ങൾ കേട്ട് ഇത് കേൾക്കാതെ പോയാൽ വലിയൊരു വിഷമം. ഇത്രയും നേരം പറഞ്ഞത് പോട്ടെ. ഈ മോശ എന്താ ഓർമ്മിപ്പിച്ചു കൊടുത്തത്? എന്താ ദൈവത്തോട്? ദൈവത്തിന് മറവിരോഗമുണ്ടോ? ഇല്ല. എന്നിട്ടും മോശ പറയുവാണ്, നീ നേരത്തെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഭയങ്കര വിഷമം വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവമേ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ ഞാൻ ഈ ലോകാവസാനം വരെ അനാഥരായി വിടുകയില്ലെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. പറയോ? നിങ്ങൾ പ്രാർത്ഥിക്കണം. അതായത് ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവവചനത്തിലൂടെ പറഞ്ഞിട്ടില്ലേ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതോ ദൈവത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ. എങ്ങനെ ഓർമ്മപ്പെടുത്തി? ദൈവം പറഞ്ഞൊരു നല്ല വാക്ക് പറഞ്ഞേ. ദൈവം നല്ലൊരു വാഗ്ദാനം. ഭയപ്പെടേണ്ട, ഭയങ്കര കടബാധ്യത രോഗവും വന്ന് ഭയങ്കര ഭയത്തിലിരിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവത്തോട് അന്നേരം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ദൈവമേ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളോട് നീ ഭയപ്പെടണ്ട എന്ന്. അപ്പൊ അത് ദൈവം ഓർത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ ഇടപെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ വചനത്തിൽ ഉള്ളത്. മോശ ദൈവത്തോട് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ദൈവം ശാന്തനായി. ദൈവം തീരുമാനത്തിൽ നിന്ന് പിന്മാറി. ഒരു ഭക്തന്റെ പ്രാർത്ഥന കേട്ട് ദൈവത്തിന്റെ മനസ്സ് മാറിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കം വരുന്നവർ പറയാമോ ഹല്ലേലൂയ? ഈശ്വര, കുഴപ്പമില്ല, ഇപ്പം നിർത്താം. 2:22:35 പോകുന്നു. ഇത്രയും കൂടെ കാര്യം കേട്ടിട്ട് നമ്മൾ ആരാധനയ്ക്ക് ഒരുങ്ങുകയാണ്. നമുക്ക് എന്തേരം വിശ്വാസം വേണമെന്നാ ഈശോ പറഞ്ഞിട്ടുള്ളൂ? ആപ്പിളിൽ എത്രയും വിശ്വാസം വേണമെന്ന് പറഞ്ഞിട്ടില്ല. കടുകുമണി എന്തേരം ഉണ്ട്? കാണിക്കാൻ പറ്റില്ല, ശരി ഉള്ളൂ. കടുകുമണിയോളം വിശ്വാസം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും മതി. അത്രയും ഉണ്ടോ നമുക്ക്? ഇല്ല. ഇന്ന് വീട്ടിൽ ചെന്ന് കടുകിന്റെ പാത്രം തുറക്കുന്നു, ഒരു കടുക് എടുക്കുന്നു, മേശയിൽ വെക്കുന്നു, ചെറിയൊരു ബ്ലേഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മുറിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തേലും കാണോ ഇല്ലയോ? എന്ത് കാണും? നിറഞ്ഞ്, കടുകുമണി ചെറുതാണല്ലേ അത് നിറഞ്ഞിരിക്കുക. അതിനകത്തൊരു കുരു ഉള്ളതിന്റെ ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം വേണമെങ്കിൽ എന്തു വേണം? കടുകുമണിയുടെ അത്രയെന്ന് മാത്രമല്ല, കടുകുമണിക്കകത്തിരിക്കുന്ന നിറഞ്ഞ വിശ്വാസം. അങ്ങനെയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ? ഒരു രോഗമുള്ള ഒരാള് ചിലപ്പോ രോഗസൗഖ്യം കിട്ടുമായിരിക്കും എന്നാണോ ചിന്തിക്കുന്നത്? കടുകുമണിയോളം വിശ്വാസം ഉണ്ട്, എന്തു പറയും? രോഗസൗഖ്യം കിട്ടും. അതാ കടുകുമണിയോളം വിശ്വാസം. ഇനി അത്രയും വിശ്വാസം ഉണ്ട്. ഒരു പ്രത്യേകത, ഈ കടുകുമണിക്കകത്തെ കുഞ്ഞ് ഉറുമ്പിന് പോലും കയറാൻ പറ്റൂല്ലയോ? ഈ കടുകുമണിയുടെ അകത്ത് ഒരു ഉറുമ്പിനേലും കയറാൻ പറ്റുമോ?
അതിങ്ങനെ വട്ടം കറങ്ങി കടുകുമണി എടുത്തോണ്ട് പോയാലും ഇതിനകത്ത് കയറി ഒരു പണി ഉറുമ്പിന് പോലും നടക്കത്തില്ല. അതായത് നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒരു പിശാചിനും ഒരു തിന്മയ്ക്കും നിങ്ങളുടെ അകത്തേക്ക് കയറാൻ ഒരു സ്ഥലവും ഇല്ല, ഗ്യാപ്പില്ല, സ്പേസ് ഇല്ല. അത് നിറഞ്ഞായിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് കടുകുമണിയുടെ അത്രയും വിശ്വാസം ഇല്ല, പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രകടനം കണ്ടാൽ ആനയുടെ അത്രയും വലിപ്പമുള്ള വിശ്വാസം ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ കടുകുമണിയുടെ അതിനേക്കാൾ താഴെ ഒരു അവിഞ്ഞ വിശ്വാസം തോന്നും, പെട്ടെന്ന് അങ്ങ് തളർന്നു പോകും. കടുകുമണിയുടെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളിലേക്ക് കയറാൻ കഴിയും, ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും നമ്മളിലേക്ക് കയറാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. കടുകുമണിയോളം വിശ്വാസമുള്ള ഒരു വ്യക്തിക്കെതിരെ കൂടോത്രം ചെയ്താൽ എന്തെങ്കിലും പറ്റൂല്ലയോ? എന്താ പറ്റാത്തത്? എന്താ ഈ കൂടോത്രം എന്ന് പറഞ്ഞ എന്താ? അതായത് കൂടോത്രം, ദ്വാരകയിൽ ബിസിനസ് നടത്തുന്ന ഒരു ചേട്ടൻ, കൂടോത്രമാണ് കേട്ടോ പറയാൻ പോകുന്നത്. ബിസിനസ് നടത്തുന്ന ചേട്ടൻ ബിസിനസ്സിൽ ഇങ്ങനെ വളർന്നു പോവാണ്. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അന്നേരെ ഒരു പിശാചിനെ ആരാധിക്കുന്ന സേവിക്കുന്ന ഒരാളുടെ അടുത്ത് എന്ന് പറഞ്ഞു, അതെ ദ്വാരകയിൽ ബിസിനസ് നടത്തുന്ന അയാളെ ഒതുക്കണം, അയാളുടെ ബിസിനസ്സിനെ ചവിട്ടിക്കൂട്ടണം, അയാളെ ബിസിനസ് അയാൾ ഇട്ടിട്ട് ഓടണം, ഈ പ്രദേശത്ത് ഓടണം, അയാൾ മാനന്തവാടിയിൽ പോകേണ്ട അവസ്ഥ വരണം, അയാൾ ഇവിടുന്ന് ഓടണം. അങ്ങനെ പിശാചിനെ ആരാധിക്കുന്ന ഒരടുത്ത് എന്ന് അയാളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഈ ഇച്ചിരി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇയാൾക്കെതിരെ ചെയ്യുന്ന സാധനമാണ് എന്ത്? മന്ത്രവാദം, കൂടോത്രം, ആ പൂജ, ഈ കുറിയ, ഇതെല്ലാം. ഇപ്പൊ അങ്ങനെ ഒരാൾ, അതായത് ശ്രദ്ധിച്ചേ, നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും വളരണം. വേണോ? ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ അത്രയും പൊക്കത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും ഉയരണം. ഞാൻ ഇത്രയും വളർന്നു, എന്റെ വിശ്വാസവും പ്രാർത്ഥനയും മുട്ടിന് എത്ര എത്തിയിട്ടുള്ളെങ്കിൽ മുഴുവൻ എന്റെ ചങ്കത്ത് കിട്ടും. ചുമ്മാ ഒരുത്തൻ കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി, നമ്മളിവിടെ തളർന്നു പോകും. ഞാൻ വളരുന്നതിന്റെ അനുസരിച്ച് ഞാൻ തന്നെ ഉയർത്തിക്കെട്ടണം. എന്ത്? എന്റെ വിശ്വാസവും എന്റെ പ്രാർത്ഥനയും ഞാൻ ഉയർത്തി എന്റെ ഒപ്പത്തിനൊപ്പം കെട്ടിപ്പോക്കണം. അതെന്നും ഉറപ്പുവരുത്തിയാൽ നിങ്ങളെ ലോകത്തിൽ ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പു പറയാം. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ പ്രത്യേകത, നമ്മൾ വളരുമ്പം പിന്നെ വളർച്ച മാത്രമേ നോക്കുള്ളൂ. വരുന്ന പൈസയും ആ ചിന്തയും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ വേലി കെട്ടിപ്പോക്കാൻ നോക്കിയല്ല. അപ്പോഴാണ് നമുക്ക് ഇച്ചിരി വളരുമ്പം പെട്ടെന്ന് ഏറ് കെട്ടി തകർന്നത് പൊളിഞ്ഞ് താഴെ വീടും. നമ്മൾ വളരുന്ന എല്ലാവരും ഓർത്തോ, വളരുന്നവർക്കെല്ലാം ശത്രുക്കളുണ്ട്. അത് ആത്മീയ മേഖലയിലാണേലും സാമ്പത്തിക മേഖലയിലാണേലും ഭൗതിക വളർച്ചയുണ്ടോ ശത്രുക്കളുണ്ട്. എന്നാൽ ശത്രുക്കളെ പേടിക്കാതിരിക്കണമെങ്കിൽ, വളരുകയാണെങ്കിൽ വളരുന്നതിന്റെ അളവനുസരിച്ച് എന്റെ സംരക്ഷണത്തിന്റെ ഭിത്തി അത് വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞാൻ ഒപ്പത്തിനൊപ്പം എനിക്ക് ഇത്രയും പൊക്കം ഉണ്ടെങ്കിൽ എന്റെ വിശ്വാസത്തിനും എന്റെ പ്രാർത്ഥനയ്ക്കും ഇത്രയും തന്നെ പൊക്കം വേണം. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് ഇതും കൂടെ പറഞ്ഞു നിർത്തുവാണ്. നിങ്ങളുടെ വീട് പണിയുമ്പോൾ നിങ്ങളെ ആദ്യം ചെയ്യുന്നത് എന്താണ്? അടിത്തറ, അതിന്റെ പേര് ഫൗണ്ടേഷൻ ഇടും. നിങ്ങളൊരു തട്ടിക്കൂട്ട് വീടാ പണിയുന്നെങ്കിലോ, ഈ തൽക്കാലം വീട് കയറി കൂടുന്ന വരെ ഒരു തൽക്കാലം ഒരെണ്ണം മതി, അതിന് ഫൗണ്ടേഷൻ പ്രശ്നമല്ല, അത് കുറച്ച് നാളത്തേക്ക് മതി. നിങ്ങൾക്കൊരു 50 വർഷം നിലനിൽക്കുന്ന, ഒരു 100 വർഷം നല്ല നിലനിൽക്കുന്ന ഒരു വീടാ പണിയുന്നെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കും അടിത്തറയെ കുറിച്ച്. ഇനി അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ വരുന്ന മഴയത്ത് 2 ഉറവയും വന്ന് 4 വെള്ളവും വരുമ്പം അതിലെ മണ്ണ് ഒലിച്ചുപോയി നിങ്ങളുടെ വീട് വിണ്ട് കീറി അത് ഇരുന്നു പോവും. നമ്മളെ പലരും ജീവിതത്തിൽ വിണ്ട് കീറിയതും നമ്മൾ പലരും ഉയർച്ചയുടെ നല്ലൊരു അവസ്ഥയിൽ പെട്ടെന്ന് ഇരുന്നു പോയതിന്റെ കാരണം നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഇല്ല. ഏത് ഫൗണ്ടേഷൻ? വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും തളരില്ല. ആർക്കും തകർക്കാൻ വിചാരിച്ചാലും പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സമയം 2:40. നമ്മൾ 1 മണിക്കൂറോളം സമയം ഇതാണ്, ഇത്രയും സമയം കണ്ടത് ഈ വിഷയങ്ങളാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധന 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 അബ്രഹാമിൻ നാഥൻ ആരാധന യാക്കോബിൻ
ദൈവമേ ആരാധന. ഇസ്ഹാക്കിനിടയനെ ആരാധന. ഇസ്രായേലിൻ നാഥനെ ആരാധന. ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറിവുണക്കിടുന്ന ആത്മീയ നിമിഷമി ആരാധന. ആത്മാവിലായിരം മുറിവുണക്കിടുന്ന ആത്മീയ നിമിഷമി ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അഭിഷേക നിമിഷമി ആരാധന. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലേക്ക് നോക്കി പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും ദൈവത്തിന്റെ കരം ചലിക്കും. ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി പ്രവർത്തിക്കും. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മോശ പറഞ്ഞു. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം നമ്മുടെ സങ്കടം അറിയുന്ന ഒരു ദൈവമല്ലേ? നമ്മുടെ ദൈവം നമ്മുടെ രോദനം കേൾക്കുന്ന ദൈവമല്ലേ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വളർച്ചയെ, ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക്, ജീവിതത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ കുടുംബത്തിൽ മോശയെ പോലെ ഒരാളേലും വേണം. ഒരാളേലും. അങ്ങനെയെങ്കിൽ മോശയെ പോലെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നിന്നില്ലേ? ഇതുപോലെ എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി, എന്റെ കാര്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കരങ്ങൾ പരമാവധി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഐ ബിലീവ്. എന്താ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. സത്യസന്ധമായാണ് നിങ്ങളുടെ പ്രാർത്ഥന ഉയരുന്നെങ്കിൽ ദൈവത്തിന്റെ ബലമുള്ള കരം ഈ ധ്യാന കേന്ദ്രത്തിന്റെ അകത്ത് വിശ്വാസത്തോടെ കരമുയർത്തിയ നിങ്ങൾക്കായി ദൈവത്തിന്റെ കരം അത്ഭുതകരമായി ചലിക്കും. ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി പ്രവർത്തിക്കും. ഒരു ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നു. ഞാൻ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒറ്റ മനസ്സോടെ നമ്മളെല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ചേർന്ന് ഉയർന്ന സ്വരത്തെ സ്തുതിച്ച് നമ്മൾ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ദൈവത്തിന്റെ അത്ഭുതമുള്ള കരം ചലിക്കാൻ ഇടവരട്ടെ. ഹല്ലേലൂയ.
ദൈവമേ നന്ദി പറയുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി, അഭിഷേകത്തിനായി, അനുഗ്രഹത്തിനായി, ഒരു ഡെലിവറൻസ് ലഭിക്കുന്നതിന് വേണ്ടി, ഒരു അനോയിന്റിംഗ് പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അല്പകൂടെ ശക്തിയോടെ സ്തുതിക്കുന്നു. ദൈവമേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. വിശ്വാസം നിറയുന്നതിന് വേണ്ടി, കൃപകൾ ആഴപ്പെടുന്നതിന് വേണ്ടി, വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് വേണ്ടി, ദൈവ സ്നേഹം നിറയുന്നതിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. ശക്തിയോടെ നന്നായി കരങ്ങളടിച്ച് നമ്മൾ പാടുന്നു. ആരാധന ആരാധന ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും, പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പാടാമോ? പിതാവിന് ആരാധന. ആരാധന ആരാധന സ്തുതി, ആരാധന 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 സ്തുതി ആരാധന ആരാധന. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹനാഥനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തിനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന സ്തുതി, സ്തുതി ആരാധന 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 സ്തുതി, ആരാധന ആരാധന. ഒരു നിമിഷം ഉയർത്തിയ കരങ്ങളോടെ ഒരു കോടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ലഭിക്കാൻ ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. വീണ്ടും കരങ്ങളടിച്ച് നമ്മൾ പാടുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു. സത്യരൂപനെ അങ്ങേ ആരാധിക്കുന്നു, കർത്താവി കർത്തരെ ആരാധിക്കുന്നു. സത്യരൂപനെ അങ്ങേ ആരാധിക്കുന്നു, കർത്താവി കർത്തരെ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, എല്ലാ വ്യക്തികളും ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയം വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവീക ഇടപെടലിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തനം ഞങ്ങളുടെ ഇടയിൽ ഈ ആരാധന സംഭവിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുന്നതെന്തും ദൈവം നിന്റെ ജീവിതത്തിൽ തരാൻ സാധ്യതയുണ്ടെന്നല്ല, ദൈവം നൽകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തരും. കരങ്ങളടിച്ച് പാടാം. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു. നന്മരൂപനെ അങ്ങേ ആരാധിക്കുന്നു, കർത്താവി കർത്തനെ ആരാധിക്കുന്നു. നന്മരൂപനെ അങ്ങേ ആരാധിക്കുന്നു, കർത്താവി കർത്തനെ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഒരിക്കൽ കൂടി നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം എന്നാന്ന് ഓർക്കുവാണ്. വലിയ കനവുള്ള ഒരു പുസ്തകം വായിച്ച് പഠിച്ച് അതിൻ്റെ തീസിസ് എഴുതേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്നാന്നറിയാൻ ഇത്രയും നാള് ദൈവം നടത്തിയ വഴികളെ മാത്രം ഓർത്താൽ മതി.